Hello, Bharathiar University STE Second Year BA English Unit 1 Prose. Lesson 5 Town by the Sea. Amitav Ghosh. Mind mapping. From two groups in class and speak either in favor of or against the topic given below. Natural calamities bring out the best in human beings. പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിലെ ഏറ്റവും മികച്ചത് ബെസ്റ്റായിട്ടുള്ളത് പുറത്തെടുക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തും അനുകൂലിച്ചും രണ്ട് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. നെക്സ്റ്റ് ഡിസ്കസ് ദ ടോപ്പിക് സുനാമി ഓഫ് 26 ഡിസംബർ 2004. 2004 ഡിസംബർ 26 ഉണ്ടായ ആ സുനാമിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. ഒബ്ജക്റ്റീവ്സ് to make students understand the disastrous side of nature and its effect on humanity. അപ്പോൾ ടൗൺ ബൈ ദ സീ എന്നുള്ള അമിതാവ് ഘോഷിൻ്റെ ഈ ഒരു ലെസൺ നമ്മൾ പഠിക്കുന്നതിലൂടെ എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. ടു മേക്ക് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ്, സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത്, ദ ഡിസാസ്ട്രസ് സൈഡ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ വിനാശകരമായിട്ടുള്ള ഒരു വശം, ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ഹ്യൂമാനിറ്റിയിലുള്ള അതായത് മനുഷ്യരാശിയിലുള്ള അതിൻ്റെ എഫക്റ്റും അത് എന്താണ് എന്നാണ് ഈ ഒരു ലെസണിൽ പറയുന്നത്. നോ ദ ഓതർ. അമിതാവ് ഘോഷിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അമിതാവ് ഘോഷ് ഈസ് വൺ ഓഫ് ഇന്ത്യസ് ബെസ്റ്റ് നോൺ റൈറ്റേഴ്സ്. ഹിസ് ബുക്സ് ഇൻക്ലൂഡ് ദ സർക്കിൾ ഓഫ് റീസൺ, ദ ഷാഡോ ലൈൻസ്, ഇൻ ആൻ ആൻറ്റീക് ലാൻഡ്, Dancing in Cambodia, The Calcutta Chromosome, The Glass Palace, Incendiary Circumstances, The Hungry Tide. His most recent novel, Sea of Poppies, is the first volume of the Ibis trilogy. അപ്പോൾ അമിതാവ് ഘോഷ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ദ സർക്കിൾ ഓഫ് റീസൺ, ദ ഷാഡോ ലൈൻസ്, ഇൻ ആൻ ആൻറ്റിക് ലാൻഡ്, അങ്ങനെ ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട്. അമിതാവ് ഘോഷ് വാസ് ബോൺ ഇൻ കൽക്കട്ട ഇൻ 1956. ഹി സ്റ്റഡീഡ് ഇൻ ദെഹ്രാദൂൻ, ന്യൂഡൽഹി, അലക്സാൻഡ്രിയ ആൻഡ് ഓക്സ്ഫോർഡ്, ആൻഡ് ഹിസ് ഫസ്റ്റ് ജോബ് വാസ് അറ്റ് ദ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ്പേപ്പർ ഇൻ ന്യൂഡൽഹി. He earned a doctorate at Oxford before he wrote his first novel, which was published in 1986. അപ്പോൾ അമിതാവ് ഘോഷ് 1956 കൽക്കട്ടയിൽ ജനിച്ചു. അദ്ദേഹം പഠിച്ചത് ദെഹ്രാദൂൻ, ന്യൂഡൽഹി, അലക്സാൻഡ്രിയ ആൻഡ് ഓക്സ്ഫോർഡ്, ഇവിടെയൊക്കെയാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോബ് ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിലായിരുന്നു ഇൻ ന്യൂഡൽഹി. പിന്നെ അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ എഴുതുന്നതിന് മുമ്പായിരുന്നു. അത് പബ്ലിഷ് ചെയ്തത് 1986 ദ സർക്കിൾ ഓഫ് റീസൺ വോൺ ദ പ്രിക്സ് മെഡിസിസ് എട്രാൻജോ, വൺ ഓഫ് ഫ്രാൻസസ് ടോപ്പ് ലിറ്റററി അവാർഡ്സ്, ആൻഡ് ദ ഷാഡോ ലൈൻസ് വോൺ ദ സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് ദ ആനന്ദ പുരസ്കാർ. ദ കൽക്കട്ട ക്രോമസോം വോൺ ദ ആർത്തർ സി ക്ലാർക്ക് അവാർഡ് for 1997, and the Glass Palace won the Grand Prize for Fiction at the Frankfurt International E-Book Awards in 2001. The Hungry Tide won the Hutch Crossword Book Prize in 2006. In 2007, Amitav Ghosh was awarded the Grinzen Caver Prize in Turin, Italy. ഇതൊക്കെ അമിതാവ് ഘോഷിന് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ്. ഫ്രാൻസിൻ്റെ ഒരു ടോപ്പ് ലിറ്റററി അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, ആനന്ദ പുരസ്കാർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഓരോരോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെ നോവൽസിനാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇയറും പറഞ്ഞിട്ടുണ്ട്. അമിതാവ് ഘോഷ് ഹാസ് റിട്ടൺ ഫോർ മെനി പബ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഹിന്ദു, ദ ന്യൂയോർക്കർ ആൻഡ് ഗ്രാൻറ്റ, and he has served on the juries of several international film festivals including Locarno and Venice. He has taught at many universities in India and the USA, including Delhi University, Columbia, the City University of New York, and Harvard.
He is no longer teaches and is currently writing the next volume of the Ibis trilogy. അപ്പോൾ അമിതാവ് ഘോഷ് ഒരുപാട് പബ്ലിക്കേഷൻസിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ പല ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനും ജൂറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലാണെങ്കിലും യു എസിലാണെങ്കിലും ഒക്കെ പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഐബിസ് ട്രിലോജി അതിൻ്റെ നെക്സ്റ്റ് വോളിയം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. He is married to the writer Deborah Baker and has 2 children, Lila and Naina. He divides his time between Kolkata, Goa and Brooklyn. About next text. On December 25, 2004, the director was in Port Blair on his way to New Delhi. Since he was traveling for official reasons, he had left his family in Malacca. He spent the night of December 25th in the Haddo Circuit house, which stands close to the water. On the morning of the 26th, he was woken by the shaking of his bed. He stepped off to find the floor heaving and realized that an earthquake had hit the town. As he was running out of building, his mobile phone rang. Glancing quickly at the screen, he saw that his wife was calling from Malacca. He guessed that the earthquake had struck Car Nicobar too, but he was not unduly alarmed. അപ്പോൾ 2004 ഡിസംബർ 25 ഡയറക്ടർ പോർട്ട് ബ്ലെയറിലാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂഡൽഹിയിലേക്കുള്ള വഴിയിലാണ്. അദ്ദേഹം ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ മലാക്കയിൽ ആക്കിയിട്ടാണ് അയാൾ ട്രാവൽ ചെയ്യാറുള്ളത്. അപ്പോൾ അദ്ദേഹം ഡിസംബർ 25 നൈറ്റിൽ ഹാഡോ സർക്യൂട്ട് ഹൗസിലായിരുന്നു താമസിച്ചത്. അത് ക്ലോസ് ടു ദ വാട്ടറാണ്. ഓൺ ദ മോർണിംഗ് ഓഫ് 26 രാവിലെ അദ്ദേഹം എഴുന്നേറ്റത് ഒരു ഷേക്കിംഗ് ഉണ്ടായി തോന്നിയിട്ടാണ്. അപ്പോൾ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു ഇതിൻ്റെ റീസൺ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അതൊരു എർത്ത് ഭൂകമ്പം. അപ്പോൾ അയാൾ ആ ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് ഓടാൻ നിൽക്കുന്ന സമയത്ത് അയാളുടെ ഫോണ് ബെല്ലടിച്ചു. അപ്പോൾ പെട്ടെന്ന് സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വൈഫാണ് കോളിംഗ് ഫ്രം മലാക്കയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വൈഫ് വിളിക്കുകയാണ്. ഗ്ലാൻസിങ് മീൻസ് നോക്കുക. അപ്പോൾ അദ്ദേഹം ഗസ് ചെയ്തു കാർ നിക്കോബാറിലും എർത്ത് ഉണ്ടായി എന്ന് അദ്ദേഹം ഗസ് ചെയ്തു. ഈ കാർ നിക്കോബാർ എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്, ഒരു ദ്വീപാണ്. അവിടെയാണ് ഈ മലാക്ക എന്ന് പറയുന്ന പ്ലേസ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഗസ് ചെയ്തു. ബട്ട് ഹി വാസ് നോട്ട് അൺഡുലി അലാംഡ്. അദ്ദേഹം അനാവശ്യമായിട്ട് പരിഭ്രാന്തനായില്ല. അൺഡ്യൂലി അനാവശ്യമായി. Tremors were frequently felt on the island and he thought his wife would be able to cope. The guest house, in the meanwhile, was still shaking and there was no time to talk. He cut off the call and ran outside. He would phone back later, he decided, once the tremors stopped. ദ്വീപിലെ എർത്ത് അല്ലെങ്കിൽ വിറയൽ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിന് അത് നേരിടാൻ കഴിയും എന്ന് അദ്ദേഹം കരുതി. ട്രിമോസ് മീനിങ് വിറയൽ, കോപ്പ് നേരിടുക. അതിനിടയിൽ ആ ഗസ്റ്റ് ഹൗസ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആടുന്നുണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് നോ ടൈം ടു ടോക്ക്. സംസാരിക്കാൻ സമയമില്ലായിരുന്നു. സോ ഹി കട്ട് ഓഫ് ദ കോൾ ആൻഡ് റാൻ ഔട്ട്സൈഡ്. ഫോൺ കട്ട് ചെയ്തിട്ട് അയാൾ പുറത്തേക്ക് ഓടി. ഈ വിറയലൊന്ന് അവസാനിച്ചാൽ പിന്നെ തിരിച്ചു വിളിക്കാം എന്ന് അയാൾ കരുതി. He waited out the earthquake outside and when the ground was still at last, he hit the call button on his phone. There was no answer and he wondered if the network was down. But
He had little time to think about the matter because a strange phenomenon had suddenly begun to manifest itself before him. The water in the harbor had begun to rise very rapidly, and the anchored ships seemed to be swirling about in the grip of an unseen hand. Along with everyone else, he ran to higher ground. അപ്പോൾ അയാൾ എർത്ത് അവസാനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഗ്രൗണ്ട് ഏകദേശം ഓക്കെ ആയ സമയത്ത് അയാൾ ഫോൺ എടുത്തിട്ട് കോൾ ബട്ടൺ അമർത്തി. പക്ഷേ ആൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ വിചാരിച്ചു നെറ്റ്വർക്ക് ഡൗൺ ആയതായിരിക്കുന്നു. ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ, ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഫിനോമിനൻ, പ്രതിഭാസം അവിടെ പെട്ടെന്ന് സംഭവിച്ചു. മാനിഫെസ്റ്റ് മീനിങ് പ്രകടമായി. ഹാർബറിലുള്ള വെള്ളം പൊങ്ങാൻ തുടങ്ങി. ഹാർബർ മീൻസ് തുറമുഖം. വെരി റാപ്പിഡ്ലി, പെട്ടെന്ന്, വളരെ വേഗത്തിൽ. ആങ്കേർഡ് ഷിപ്സ്, അതായത് നങ്കൂരമിട്ടിട്ടുള്ള കപ്പലുകൾ സ്വേൾ ചെയ്യുന്ന പോലെ തോന്നി. സ്വേൾ എന്ന് വെച്ചാൽ കറങ്ങുക. അത് ഇൻ ദ ഗ്രിപ്പ് ഓഫ് ആൻ അൺസീൻ ഹാൻഡ്, അദൃശ്യമായ ഒരു കൈയുടെ പിടിയിൽപ്പെട്ട് കപ്പലുകൾ, നങ്കൂരമിട്ടിട്ടുള്ള കപ്പലുകൾ കറങ്ങുന്നതായിട്ട് തോന്നി. എല്ലാവരുടെയും കൂടെ അയാളും ഹയർ ഗ്രൗണ്ടിലേക്ക്, ഉയർന്നിട്ടുള്ള പ്രദേശത്തേക്ക് ഓടി. ഇറ്റ് വാസ് നോട്ട് ലോങ് ഹൗവർ before it occurred to the director that the incoming swell in Port Blair's harbour might have taken a different form elsewhere. The Nicobar Islands do not have the high elevations of their northern neighbours, the Andaman. They are low-lying islands for the most part, and some, like Car Nicobar, stand no more than a few meters above sea level at their highest point. Already anxious, the director became frantic when word of the tsunami trickled down to the waterfront. അധികം താമസിയാതെ പോർട്ട് ബ്ലെയറിൻ്റെ തുറമുഖത്ത് വന്നിട്ടുള്ള ആ ഒരു സ്വെല്ല് അത് മറ്റെവിടെയെങ്കിലും മറ്റൊരു രൂപം എടുത്തിട്ടുണ്ടാവും എന്ന് ഡയറക്ടർക്ക് തോന്നി. നിക്കോബാർ ദ്വീപുകൾക്ക് അവരുടെ അയൽക്കാരായ വടക്കൻ അയൽരാജ്യമായിട്ടുള്ള ആൻഡമാനിലേതുപോലെ ഉയർന്ന എലവേഷൻസ്, ഹൈ എലവേഷൻസ്, ഉയർന്ന ഉയരം ഇല്ല. ദേ ആർ ലോ ലൈയിങ് ഐലൻഡ് ഫോർ ദ മോസ്റ്റ് പാർട്ട്. അധിക ഭാഗവും ലോ ലൈയിങ് ആണ്, താഴ്ന്ന പ്രദേശങ്ങളാണ്. ആൻഡ് ചിലത് ലൈക്ക് കാർ നിക്കോബാർ പോലെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ കുറച്ചു മാത്രം ഉയരത്തിലാണ് അവരുടെ ഹയസ്റ്റ് പോയിൻ്റ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് തന്നെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ കുറച്ച് ഉയരം മാത്രമേ ഉള്ളൂ. സുനാമി എന്നുള്ള ഒരു വാക്ക് വീണപ്പോഴേക്കും ഡയറക്ടർ ബിക്കം ആൻഷ്യസ് ആണ്, ഓൾറെഡി ആൻഷ്യസ് ആണ്, ബിക്കേം ഫ്രാൻറ്റിക്, പരിഭ്രാന്തനായി. The director knew of a government office in Car Nicobar that had a satellite phone. He dialed the number again and again. It was either busy or there was no answer. When at last he got through, the voice at the other end told him with some reluctance that Malacca had been badly hit. It was known that there were some survivors, but as for him family there was no word. അപ്പോൾ ഡയറക്ടർ കാർ നിക്കോബാറിൽ ഒരു ഗവൺമെൻറ് ഓഫീസ് ഉണ്ടെന്നും അവിടെ സാറ്റലൈറ്റ് ഫോൺ ഉണ്ടെന്നും അറിഞ്ഞു. അപ്പോൾ ആ നമ്പറിലേക്ക് അയാൾ വീണ്ടും ഇങ്ങനെ വിളിച്ചു. അത് ഒന്നെങ്കിൽ ബിസി അല്ലെങ്കിൽ കോൾ എടുക്കില്ല, ദർ വാസ് നോ ആൻസർ, അങ്ങനെയായിരുന്നു. അവസാനം അയാൾക്ക് കോൾ കിട്ടി. അപ്പോൾ അവിടെ നിന്നും ഒരു റെലക്റ്റൻസോടെ മറുപടി കിട്ടി. റെലക്റ്റൻസ് മീൻസ് വിമുഖത, മനസ്സില്ലായ്മ എന്നൊക്കെയാണ്. ദാറ്റ് മലാക്ക ഹാഡ് ബീൻ ബാഡ്ലി ഹിറ്റ്. മലാക്ക വളരെ മോശമായിട്ട് ഹിറ്റായി, തകർന്നടിഞ്ഞു. അതിജീവിച്ച ചിലരുണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. സർവിവോർസ് മീനിങ് അതിജീവിച്ചവർ. The director kept calling, and in the afternoon he learned that his 13-year-old son had been found clinging to the rafters of a church
some 200 meters behind their house. സോറി, റഫ്റ്റേഴ്സ് എന്നാണ് ഞാൻ വായിച്ചത്, റഫേഴ്സ് എന്നാണ്. ഡയറക്ടർ വിളിച്ചുകൊണ്ടേയിരുന്നു. ആഫ്റ്റർനൂണിൽ അദ്ദേഹത്തിൻ്റെ 13 വയസ്സായ മകനെ വീട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ പുറകിലായിട്ട് ഒരു ചർച്ചിൻ്റെ ചങ്ങലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടി. Arrangements were made to bring the boy to the phone and the director was able to speak to him directly later that night. He learned from his son that the family had been in the bedroom when the earthquake started. A short while later, a terrifying sound from the direction of the sea had driven the three of them into the drawing room. The boy had kept running right into the kitchen. The house was built of wood on a cement foundation. When the wave hit, the house dissolved into splinters and the boy was carried away as if on a wind. Flailing his arms, he succeeded in taking hold of something that seemed to be fixed to the earth. കുട്ടിയെ ഫോണിലേക്ക് കൊണ്ടുവരാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ അന്ന് രാത്രി തന്നെ ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ മകനോട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ആ മകനിൽ നിന്നും ഡയറക്ടർ അറിഞ്ഞു ആ ഫാമിലി ബെഡ്റൂമിലായിരുന്നു വെൻ എർത്ത് സ്റ്റാർട്ടഡ്. ഭൂകമ്പം തുടങ്ങിയ സമയത്ത് അവർ ബെഡ്റൂമിലായിരുന്നു എന്നുള്ളത് അയാൾ അറിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു ടെറിഫയിങ് ആയിട്ടുള്ള സൗണ്ട്, ഒരു ഭയാനകമായിട്ടുള്ള സൗണ്ട് സീയുടെ ഡയറക്ഷനിൽ നിന്ന് വന്നപ്പോൾ അവർ 3 പേരെയും അത് ഡ്രോയിങ് റൂമിലേക്ക് കൊണ്ടുപോയി. അതായത് ഒരു സൗണ്ട് വന്ന സമയത്ത് അവർ ബെഡ്റൂമിൽ നിന്ന് ഡ്രോയിങ് റൂമിലേക്ക് പോയി. കുട്ടി അടുക്കളയിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. ആ വീട് സിമെൻറ്റിൻ്റെ ഫൗണ്ടേഷനിലുള്ള ഒരു വുഡ് കൊണ്ടുള്ള ഒരു വീടായിരുന്നു. തിരമാല ആഞ്ഞടിച്ചപ്പോൾ വീട് പിളരുകയും ആ കുട്ടിയെ ഒരു കാറ്റിൽ എന്ന പോലെ എടുത്തുകൊണ്ടുപോയി. കൈകൾ വീശിക്കൊണ്ട് അവനെ ഭൂമിയിൽ ഫിക്സ് ചെയ്തതാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനത്തിൽ പിടിക്കാൻ വിജയിച്ചു. Managed to keep his grip. When the water receded, he saw that he was holding on to the only upright structure within a radius of several hundred meters of the township. There was nothing left but a deep crust of wreckage. തിരമാലകളിലൂടെ അവനവൻ്റെ പിടി, ആ ഗ്രിപ്പ് നിലനിർത്താൻ സാധിച്ചു. വെള്ളം പിന്മാറിയപ്പോൾ റെസീഡഡ് മീനിങ് പിന്മാറി. അങ്ങനെ പിന്മാറിയപ്പോൾ അവൻ കണ്ടു, അവൻ പിടിച്ചിട്ടുള്ളത് 100 മീറ്റർ ചുറ്റളവിൽ കുത്തനെയുള്ള ഒരേ ഒരു സ്ട്രക്ചർ, അതിലാണ് അവൻ പിടിച്ചിട്ടുള്ളത് എന്ന് അവൻ കണ്ടു. ആ ഒരു ടൗണിൽ വേറൊന്നും അവശേഷിച്ചിരുന്നില്ല. ബട്ട് എ ഡീപ്പ് ക്രസ്റ്റ് ഓഫ് റക്കേജ്, അവശിഷ്ടങ്ങളുടെ ആഴത്തിലുള്ള ഒരു പുറന്തോട് ഉണ്ടായിരുന്നു. ആൻഡ് യുവർ മദർ ആൻഡ് സിസ്റ്റർ, ദ ഡയറക്ടർ ഹാഡ് ആസ്ക്ഡ്. നിൻ്റെ അമ്മയും അനിയത്തിയും ഡയറക്ടർ ചോദിച്ചു. ബാബ, ദേ ജസ്റ്റ് ഡിസപ്പിയർഡ്. ആൻഡ് നൗ ഫോർ ദ ഫസ്റ്റ് ടൈം ദ ബോയ് ബിഗാൻ ടു ക്രൈ ആൻഡ് ദ ഡയറക്ടേഴ്സ് ഹേർട്ട് ബ്രോക്ക് ബിക്കോസ് he knew his son was crying because he thought he would be scolded and blamed for what had happened. അവർ അപ്രത്യക്ഷരായി. ഇതാണ് ആ ബോയ് പറഞ്ഞത്. ആൻഡ് ആദ്യത്തെ തവണ ആ ബോയ് കരയാൻ തുടങ്ങി. അപ്പോൾ ആ ഡയറക്ടറുടെ ഹേർട്ട് ബ്രോക്കായി. കാരണം അവനറിയാം അയാളുടെ മകൻ കരയുന്നത് ഈ ഡയറക്ടർ ആ മകനെ സ്കോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വഴക്ക് പറയുക, അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുകയോ ചെയ്യും ഫോർ വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലും വഴക്ക് പറയും എന്ന് കരുതിയിട്ടാണ് കരയുന്നത്. ഐ വാസ് സ്ട്രിക്റ്റ് വിത്ത് ഹിം സർ, ദ ഡയറക്ടർ സെഡ്, ഹിസ് വോയിസ് ട്രെയിലിംഗ് ഓഫ്. ഐ എം എ സ്ട്രിക്റ്റ് മാൻ, ദാറ്റ്സ് മൈ നേച്ചർ. ബട്ട് ഐ മസ്റ്റ് സേ ഹീ ഈസ് എ ബ്രേവ് ബോയ്, എ വെരി ബ്രേവ് ബോയ്. ഞാൻ അവനോട് കർക്കശനായിരുന്നു സർ, ദ ഡയറക്ടർ സെറ്റ്. ഡയറക്ടർ പറഞ്ഞു. അയാളുടെ വോയിസ് വാസ് ട്രെയിലിംഗ് ഓഫ്. ശബ്ദം ഇടറുന്നു. ഞാനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, അത് എൻ്റെ നേച്ചറാണ്. പക്ഷേ എനിക്ക് പറയാൻ കഴിയും അവൻ ഒരു ബ്രേവ് ബോയ് ആണ്.
ധീരനായൊരു ബാലനാണവൻ. The director was well acquainted with the local administration and the officers on the air base. Through their intervention, he was able to get on a flight on the very next day. He spent the day searching through the rubble. He found many possessions but no trace of his daughter or his wife. He came back to Port Blair with his son the same evening, and the two of them moved in with some friends. Every day since then he had been trying to go back to find out what had become of his wife and daughter, but the flights had been closed until this one. അപ്പോൾ ഈ ഡയറക്ടർക്ക് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക ഭരണകൂടം, അതുപോലെ ഓഫീസേഴ്സ് ഓൺ ദ എയർ ബേസ്, വ്യോമതാവളത്തിലെ ഉദ്യോഗസ്ഥരെയും അദ്ദേഹത്തിന് നന്നായിട്ട് പരിചയമുണ്ട്. വെൽ അക്വൈൻറ്റഡ്, നല്ല പരിചയമുണ്ട്. അവരുടെ ഇടപെടലിലൂടെ അദ്ദേഹത്തിന് വെരി നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഫ്ലൈറ്റ് കിട്ടി. ഇൻ്റർവെൻഷൻ, ഇടപെടൽ. ദിവസം മുഴുവനും ആ അവശിഷ്ടങ്ങൾക്കിടയിൽ അയാൾ സെർച്ച് ചെയ്തു, അയാൾ അന്വേഷിച്ചു. ഒരുപാട് പൊസഷൻസ്, ഒരുപാട് സ്വത്തുക്കൾ അദ്ദേഹം ഫൗണ്ട് ചെയ്തു, അദ്ദേഹം കണ്ടെത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും കുറിച്ചുള്ള ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. നോ ട്രേസ്, ഒരു തുമ്പും ഇല്ല. അന്ന് വൈകുന്നേരം തന്നെ അയാൾ പോർട്ട് ബ്ലെയറിലേക്ക് തിരിച്ചു വന്നു. വിത്ത് ഹിസ് സൺ, മകനോടൊപ്പം തിരിച്ചു വന്നു. ആൻഡ് അവർ രണ്ടുപേരും കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ മൂവ് ചെയ്തു. അന്നു മുതൽ എല്ലാ ദിവസവും തൻ്റെ ഭാര്യയ്ക്കും മകൾക്കും എന്ത് സംഭവിച്ചു എന്നറിയാൻ അയാൾ പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഫ്ലൈറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, വിമാനങ്ങളൊക്കെ അടച്ചിരുന്നു. അണ്ടിൽ ദിസ് വൺ, ഇതുവരെ. With some hesitation, I asked if it would be all right if I came with him. He answered with a prompt nod. You can come. കുറച്ച് മടിയോടെ ഞാൻ അയാളോട് ചോദിച്ചു, ഞാൻ കൂടെ വന്നാൽ കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആൻസർ ചെയ്തു, യു ക്യാൻ കം, നിനക്ക് വരാം. പ്രോംപ്റ്റിനോട് മീനിങ് പ്രേരിപ്പിക്കപ്പെട്ട. I had the impression that he had been dreading the lonely search that lay ahead and would be glad of some company. All right then, I said, I will. മുമ്പോട്ടുള്ള ഒറ്റക്കുള്ള ആ ഒരു തിരയലിനെ അവൻ ഭയപ്പെട്ടിരുന്നു എന്നും ഏതെങ്കിലും ഒരു കമ്പനിയിൽ അദ്ദേഹം സന്തോഷവാനായിരിക്കും എന്നും എനിക്ക് തോന്നി. ഡ്രെഡിങ്, ഭയപ്പെടുത്തുന്നു. അപ്പോൾ ശരി, ഞാൻ പറഞ്ഞു, ഐ വിൽ, ഞാൻ വരാം. The road wound through a dense tropical jungle dotted at intervals with groves of slender areca palms and huts mounted on stilts. Some of these had metamorphosed into makeshift camps sprouting awnings of plastic and tarpaulin. It was clear that the island's interior was sparsely inhabited, with the population being concentrated along the sea front. ഇടതൂർന്ന ഉഷ്ണമേഖലാ വനത്തിലൂടെ കടന്നു പോകുന്ന റോഡ് ഇടവിട്ട് മെലിഞ്ഞ ഈന്തപ്പനകളുടെ തോപ്പുകളും തൂണുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുടിലുകളും. ഡെൻസ്, ഇടതൂർന്ന, ട്രോപ്പിക്കൽ ജംഗിൾ, ഉഷ്ണമേഖലാ കാട്, ഗ്രൂസ് തോട്ടങ്ങൾ, സ്ലെൻഡർ, മെലിഞ്ഞ. ഇവയിൽ ചിലത് താൽക്കാലിക ക്യാമ്പുകളായി രൂപാന്തരം പ്രാപിച്ചു. പ്ലാസ്റ്റിക്, ടർപോളിൻ എന്നിവയുടെ അവശിഷ്ടങ്ങൾ മുളച്ചു. ദ്വീപിൻ്റെ ഉൾഭാഗത്ത് ജനവാസം കുറവായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. ആളുകളെ കടൽ തീരത്ത് ക്രമീകരിച്ചിരുന്നു. മെറ്റാമോർഫോസ്ഡ്, രൂപാന്തരപ്പെട്ടു. സ്പ്രൗട്ടിംഗ്, മുളക്കുക. ഔണിങ്സ്, ആവരണം. സ്പാർസിലി, വിരളമായി. സീഫ്രണ്ട്, കടൽ തീരം. I saw to my surprise that many thick stands of coconut palms were still standing, even on the edge of the water. Relatively few palms had been flattened. Most remained upright and in full possession of their greenery. As for the forest, the canopy seemed almost undisturbed. All trace of habitation, on the other hand, had been obliterated. The foundations of many buildings could be clearly seen on the ground, but on the structures they had once supported, nothing remained. വെള്ളത്തിൻ്റെ അരികിൽ പോലും തടിച്ച തെങ്ങുകൾ
അപ്പോൾ അവിടെ നിൽക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. റിലേറ്റീവ്ലി കുറച്ച് പാമ്പുകൾ മാത്രമേ വീണിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതലും അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ, അതിൻ്റെ ഒരു ഗ്രീനറി തന്നെ റിമൈൻ ചെയ്തിരുന്നു, നിലനിർത്തിയിരുന്നു. കാടിനെ സംബന്ധിച്ചിടത്തോളം കനോപ്പി ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നതായിട്ട് തോന്നി. മറുവശത്ത് ആവാസ വ്യവസ്ഥയുടെ എല്ലാ അടയാളങ്ങളും നശിപ്പിക്കപ്പെട്ടു, ലിറ്ററേറ്റഡ് ഇല്ലാതാക്കി. പല ബിൽഡിങ്ങുകളുടെയും ഫൗണ്ടേഷൻ, തറ ഗ്രൗണ്ടിൽ കാണാമായിരുന്നു. എന്നാൽ ആ ബിൽഡിങ്ങുകളൊന്നും അവശേഷിച്ചിരുന്നില്ല. It was evident from above that the tsunami had been peculiarly selective in the manner of its destruction. The villages along the shore were not merely damaged, they were erased. It was as if the island had been hit by a weapon devised to cause the maximum possible damage to life and property, while leaving nature largely unharmed. സുനാമി അതിൻ്റെ നാശത്തിൻ്റെ രീതി പ്രത്യേകമായി സെലക്ട് ചെയ്തിരുന്നു എന്നുള്ളത് മുകളിൽ നിന്നും മനസ്സിലാക്കാം. പെക്യുലർലി, പ്രത്യേകമായി, ഡിസ്ട്രക്ഷൻ, നാശം. തീരത്തെ ഗ്രാമങ്ങൾക്ക് ഒരു കേടുപാട് പോലും സംഭവിച്ചിട്ടില്ല. ദേവർ എറേസ്ഡ്, അത് മായ്ച്ചു കളഞ്ഞു. അതായത് ആ ഗ്രാമങ്ങളൊക്കെ കേടുപാടുകളോടുകൂടി അവിടെ നിലനിൽക്കുന്നു എന്നല്ല, അതിന് പകരമായിട്ട് ആ ഗ്രാമങ്ങൾ തന്നെ അവിടെ ഇല്ല. പ്രകൃതിയെ വലിയ തോതിൽ കേടുപാടുകൾ കൂടാതെ ജീവനും സ്വത്തിനും പരമാവധി നാശനഷ്ടം വരുത്താൻ വിഭാവനം ചെയ്ത ആയുധം കൊണ്ട് ദ്വീപ് ഇടിച്ചതുപോലെയായിരുന്നു അത്. ഡിവൈസ്ഡ്, വിഭാവനം ചെയ്തു. We came to the district library. Like the surrounding offices, it was unharmed, but a medical camp manned by the Indo-Tibetan border force had sprung up on its grounds. The director spotted a doctor sitting in a tent. "Doctor, have you heard anything about my family?" he said. "I have come because I heard some survivors had been found." അപ്പോൾ ഞങ്ങൾ ഡിസ്ട്രിക്ട് ലൈബ്രറിയിലെത്തി. ചുറ്റുപാടുമുള്ള ഓഫീസുകളെ പോലെ ആയിരുന്നില്ല, അതിന് കേടുപാടുകൾ സംഭവിച്ചില്ല. ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് നിയന്ത്രിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ ഉയർന്നു വന്നിരുന്നു. ടെൻറ്റിലിരിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ ഡയറക്ടർ ചോദിച്ചു, "എൻ്റെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്നത് അതിജീവിച്ച കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കണ്ടെത്തി എന്ന് കേട്ടിട്ടാണ് ഞാനിവിടെ വന്നത്." The doctor's face froze, and after a moment's silence he said in a tone that was non-committal and yet not discouraging, he said, "No news has reached me. I have not heard anything." ആ ഡോക്ടറുടെ മുഖം ഒന്ന് ഫ്രോസായി, മരവിച്ചു. ആൻഡ് ഒരു നിമിഷത്തെ സൈലൻസിന് ശേഷം അയാൾ ഒരു നോൺ കമ്മിറ്റൽ ടോണിലായിട്ട് പറഞ്ഞു, "എൻ്റെ അടുത്തൊരു ന്യൂസും വന്നിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല." We continued on our way, walking past the airy bungalows of the island's top officials with their well-tended gardens. Everywhere evidence of the tsunami's incursion could be seen in pools of water that had turned rank over the last few days. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ദ്വീപിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വായുസഞ്ചാരമുള്ള ബംഗ്ലാവുകളിലൂടെ, അതിൻ്റെ മുകളിലൂടെ അവർ നന്നായി പരിപാലിക്കുന്ന പൂന്തോട്ടങ്ങൾ ഒക്കെ കടന്ന് ഞങ്ങൾ യാത്ര ചെയ്തു. സുനാമിയുടെ നുഴഞ്ഞുകയറ്റത്തിൻ്റെ തെളിവുകൾ എല്ലായിടത്തും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാറിയ ജലാശയങ്ങൾ വഴി കാണാൻ കഴിഞ്ഞു. "Look, that's mine," said the director, pointing to a blue aristocrat suitcase made of molded plastic. It had been hacked open with a sharp-bladed instrument and its contents were gone. The director picked it up and shook it. "I saw it the last time I was here," he said. "It was already empty. Everything had been looted." His eyes moved over to a steel trunk lying nearby. "That's mine too. Go and look." Stepping over, I saw that the trunk's lock had been forced open. On the side, written in large black letters, was the director's name and designation. "നോക്ക്, അതെൻ്റെയാണ്,"
ഡയറക്ടർ പറഞ്ഞു ഒരു ബ്ലൂ അരിസ്റ്റോക്രാറ്റ് സ്യൂട്ട് കേസ് മേഡപ്പ് ഓഫ് മൗൾഡഡ് പ്ലാസ്റ്റിക്. ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അരിസ്റ്റോക്രാറ്റ് സ്യൂട്ട് കേസ് എന്ന് വെച്ചാൽ പ്രഭുവർഗത്തിൻ്റെ ഒരു ഇതായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ടൈപ്പുള്ള ഒരു സ്യൂട്ട് കേസ്, ബ്ലൂ കളറിലുള്ളത് പോയിൻ്റ് ചെയ്തുകൊണ്ട് ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു അത് എൻ്റെയാണ് എന്ന് പറഞ്ഞു. മൂർച്ചയുള്ള ബ്ലേഡ് ഉള്ള ഒരു ആയുധം ഉപയോഗിച്ച് അത് ഹാക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയും അതിലുള്ള കണ്ടൻറ്റ്, അതിലുള്ള സാധനങ്ങളൊക്കെ പോയിരുന്നു. ഡയറക്ടർ അതെടുത്തിട്ട് ഒന്ന് കുലുക്കി. ഞാൻ ലാസ്റ്റ് ടൈം ഇത് കണ്ടത് ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴാണ്, അവൻ പറഞ്ഞു. ഇറ്റ് വാസ് ഓൾറെഡി എംപ്റ്റി. അത് ഓൾറെഡി എംപ്റ്റി ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു അതിനകത്ത്. എല്ലാം കൊള്ളയടിക്കപ്പെട്ടു, ലൂട്ടഡ്, കൊള്ളായി അടിച്ചു. പിന്നീട് അയാളുടെ കണ്ണുകൾ ഒരു സ്റ്റീൽ ട്രങ്കിലേക്ക് പോയി. അതിൻ്റെ തൊട്ടടുത്ത് കിടന്നിരുന്ന ആ സ്യൂട്ട് കേസിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സ്റ്റീൽ ട്രങ്കിലേക്ക് പോയി. അതും എൻ്റേതാണ്, ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് നോക്കിയ സമയത്ത് ആ ട്രങ്കിൻ്റെ ലോക്ക് ഫോഴ്സ്ഡ് ഓപ്പൺ ആയിരുന്നു. അതായത് ആരെങ്കിലും നിർബന്ധിച്ച്, അതായത് കുത്തി തുറക്കുന്ന മാതിരി ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അത്. അതിൻ്റെ ഒരു സൈഡിൽ ലാർജ് ബ്ലാക്ക് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഡയറക്ടറുടെ പേരും ഡെസിഗ്നേഷനും. ഡെസിഗ്നേഷൻ മീൻസ് പദവി. യു സീ, ദ ഡയറക്ടർ സെഡ്, as if in vindication, everything I have been telling you is true. These things were all mine. നീ കണ്ടോ, ആ ഡയറക്ടർ പറഞ്ഞു. ആസ് ഇഫ് ഇൻ വിൻഡിക്കേഷൻ, വിൻഡിക്കേഷൻ മീൻസ് ന്യായീകരണം. അപ്പോൾ ഒരു ന്യായീകരണത്തിൽ എന്ന പോലെ ഡയറക്ടർ പറഞ്ഞു, നീ കണ്ടോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ്, ഇതെല്ലാം എൻ്റെയാണ്. A short distance away, a wooden cabinet lay overturned, and heaps of paper could be seen spilling out of its belly. The director beckoned to me. See, there are all the records from my office. 13 years of research, all gone. We went to kneel beside the cabinet, and I saw that the papers were mimeographed data sheets with the letterhead of Malaria Research Center imprinted on top. കുറച്ചപ്പുറത്ത് ഒരു വുഡൻ ക്യാബിനറ്റ് മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വയറ്റിൽ നിന്ന് കടലാസ് കൂമ്പാരങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത് കാണാമായിരുന്നു. ഹീപ്സ്, കൂമ്പാരം, സ്പില്ലിംഗ്, ഒഴുകുന്നു. ബിക്കോണ്ട് ആംഗ്യം കാട്ടി. ഡയറക്ടർ എന്നോട് ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു, നോക്ക്, അതെല്ലാം എൻ്റെ ഓഫീസിലുള്ള റെക്കോർഡുകളാണ്. 13 വർഷത്തെ റിസർച്ച് എല്ലാം പോയി. ഞങ്ങൾ ആ ക്യാബിനറ്റിൻ്റെ അരികിൽ മുട്ടുകുത്തിപ്പോയി. ആ പേപ്പറുകൾ മെമോഗ്രാഫ് ചെയ്ത ഷീറ്റുകളാണ് എന്നുള്ളത് ഞാൻ കണ്ടു. മുകളിൽ മലേറിയ റിസർച്ച് സെൻറ്ററിൻ്റെ ലെറ്റർ ഹെഡ് മുദ്രണം ചെയ്തിരുന്നു. സഡൻലി ഹിസ് ഐസ് ലിറ്റ് അപ്പ്. ലുക്ക്, ഹി സെഡ്, my slides. A drawer had come open, shaking loose several decks of white-rimmed photographic slides. Most were sodden with water, but some were dry and had preserved their images. To my untrained eyes, the pictures appeared to be of bacteria, hugely magnified by the lens of a microscope. The director sorted quickly through the slides and chose a dozen or so. Close at hand, there lay a roll of unused plastic bags that had been washed out of a drowned shop and dried by the sun. Peeling off one of these bags, he placed the slides carefully inside before fastening his fingers on them. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ തിളങ്ങി. നോക്കൂ, അവൻ പറഞ്ഞു, എൻ്റെ സ്ലൈഡുകൾ, വെളുത്ത വരെയുള്ള ഫോട്ടോഗ്രാഫിക് സ്ലൈഡുകൾ ഇളക്കിക്കൊണ്ട് ഒരു ഡ്രോയർ തുറന്നു. അധികവും വെള്ളത്തിൽ കുതിർന്നിരുന്നു, പക്ഷെ ചിലത് ഡ്രൈ ആയിരുന്നു. അത് ആ ഇമേജസ് പ്രിസർവ് ചെയ്തിരുന്നു, സൂക്ഷിച്ചിരുന്നു. പരിശീലനം ലഭിക്കാത്ത എൻ്റെ കണ്ണുകൾക്ക് അതൊരു ബാക്ടീരിയയുടെ ചിത്രം ആയതുപോലെ തോന്നി. ഡയറക്ടർ പെട്ടെന്ന് ആ സ്ലൈഡുകൾ അടുക്കി. എന്നൊരു ഡസനോളം ചൂസ് ചെയ്തു, തിരഞ്ഞെടുത്തു. ഈ കടയിൽ നിന്ന് കഴുകി വെയിലത്തുണക്കിയ ഉപയോഗിക്കാത്ത പ്ലാസ്റ്റിക് കവറുകൾ കയ്യിൽ വെച്ചിരുന്നു. ഈ ബാഗുകളിലൊന്ന് തൊലി കളഞ്ഞ് വിരലുകൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് സ്ലൈഡുകൾ ശ്രദ്ധാപൂർവം ഉള്ളിൽ വെച്ചു.
"Your home must have been nearby," I said. "No," came the answer. "The wave carried these things right out of the town. My house is still a kilometer away over there." നിങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാകും, ഞാൻ പറഞ്ഞു. "നോ," റിപ്ലൈ വന്നു. "ദ വേവ്, തിരമാല, ഓരോ സാധനങ്ങളും ടൗണിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ വീട് ഇനിയും കിലോമീറ്ററുകൾ അപ്പുറമാണ്. ഓവർ ദർ, അവിടെ." I had my first glimpse of the seafront where the town of Malacca had once stood. Till now, it had been largely screened off from view by the coconut palms. On a stretch of land a couple of kilometers long, there were now only 5 structures still standing. The staring, skull-like shell of a school that had lost all its doors and windows, a single neatly whitewashed bungalow in the distance, an arched gateway that had the words Rajiv Gandhi Memorial Park painted on it, a small, miraculously unharmed Murugan temple right beside the sea, and lastly the skeleton of a church with a row of parallel arcs rising from the rubble like the bleached ribs of a dead animal. This was the structure that had saved the life of the director's son. ഒരിക്കൽ മലാക്ക നഗരം നിലനിന്നിരുന്ന ആ ഒരു കടൽ തീരത്തിൻ്റെ കാഴ്ച ഞാൻ ആദ്യ കാഴ്ച ഞാൻ കണ്ടു. ഇതുവരെ തെങ്ങുകളുടെ കാഴ്ചയിൽ നിന്ന് ഏറെക്കുറെ മറച്ചിരുന്നു. അതായത് അവിടെയൊക്കെ തെങ്ങുകൾ ഉണ്ടായിരുന്നു. 2 കിലോമീറ്റർ നീളമുള്ള കരയിൽ ഇപ്പോൾ 5 കെട്ടിടങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പിന്നെ ഈ 5 കെട്ടിടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. വാതിലുകളും ജനലുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്കൾ ലൈക്ക് ഷെൽ ഓഫ് എ സ്കൂൾ, പിന്നെ വൈറ്റ് വാഷ് ചെയ്ത ഒരു ബംഗ്ലാവ്, പിന്നെ ഒരു ആർക്കിഡ് ഗേറ്റ് വേ, അതിൽ രാജീവ് ഗാന്ധി മെമ്മോറിയൽ പാർക്ക് എന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട്, പിന്നെ മുരുകൻ ടെമ്പിള്, ആൻഡ് ലാസ്റ്റ് ഉള്ളത് സ്കെലട്ടൺ ഓഫ് എ ചേർച്ചിൻ്റെ പള്ളിയുടെ കുറച്ച് ഭാഗങ്ങൾ. ചത്ത മൃഗത്തിൻ്റെ ബ്ലീച്ച് ചെയ്ത വാരിയല്ലുകൾ പോലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന പാരലലായിട്ടുള്ള ആർക്ക്, അതിൻ്റെ ഒരു നിര. ഈ ഒരു സ്ട്രക്ചറാണ് ആ ഡയറക്ടറുടെ മകൻ്റെ ലൈഫ് സേവ് ചെയ്തത്. ദ ഡയറക്ടർ ലെഡ് ദ വേ അക്രോസ് ദ ഡെബ്രിസ് as if he were following a route imprinted in memory, a familiar map of streets and lanes. Despite a stiff breeze blowing in from the sea, an odor of death flowed over the site, not evenly but in whirls and eddies, sometimes growing so powerful as to indicate the presence of a yet undiscovered body. Stray dogs rooting in the ruins looked up as if amazed at the sight of human beings who were still ambient and on their feet. അപ്പോൾ സ്ട്രീറ്റിൻ്റെയും ലെയിൻസിൻ്റെയും മാപ്പ് ഓർമ്മയിൽ പതിഞ്ഞ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ആ ഡയറക്ടർ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു. കടലിൽ നിന്ന് വീശിയടിക്കുന്ന ശക്തമായ കാറ്റുണ്ടായിരുന്നിട്ടും മരണത്തിൻ്റെ ഒരു ഗന്ധം ആ ഒരു സൈറ്റിൻ്റെ മുകളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. നോട്ട് ഇവൻലി, അത് തുല്യമായിട്ടല്ല, ചിലപ്പോൾ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്ത ശരീരത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കാൻ കഴിയുന്നത്ര വളർന്നിരുന്നു. അത്ര ശക്തിയോടെ അത് വളരുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ റൂട്ടിംഗ് ആയിട്ടുള്ള സ്ട്രേ ഡോഗ്സ്, റൂട്ടിംഗ് വേരൂന്നിയ സ്ട്രേ ഡോഗ്സ്, തെരുവ് നായ്ക്കൾ, കാലിൽ നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് ആ സ്ട്രേ ഡോഗ്സ്, തെരുവ് നായ്ക്കൾ അമേസ്ഡായി. അതായത് ഇവരെ കണ്ടിട്ട്, ഇവർ മരിക്കാതെ ഒന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവിടെ നിൽക്കണമല്ലോ, ഇവർ എന്തായാലും അവിടെ നിന്ന് വന്നതല്ല. അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ മരിക്കാത്ത ഇവരെ കണ്ടപ്പം അമേസ്ഡായിട്ട് നോക്കി. ആംബിയൻറ്റ് മീൻസ് പരിസരം. ദ ഡയറക്ടർ സ്റ്റെപ്ഡ് അപ്പ് ടു ഇറ്റ് ആൻഡ് പ്ലേസ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ദ മിഡിൽ. "This was my house," he said. "Only the foundation was concrete. The rest was wood.
My wife used to say that she had moved from a white house to a log cabin. You see, she was from an affluent family. She grew up in a bungalow with an air conditioner. She used to teach English in a school here, but she always wanted to leave. I applied many times, but the transfer never came. He paused, thinking back. For much of the time that we had been together, his voice had carried a note of sharp but undirected annoyance. Now it softened. There was so much she could have achieved, he said. I was never able to give her the opportunity. ഡയറക്ടർ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ കാല് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ദിസ് വാസ് മൈ ഹൗസ്. ഇതായിരുന്നു എൻ്റെ വീട്. ഓൺലി ദ ഫൗണ്ടേഷൻ വാസ് കോൺക്രീറ്റ്. ഫൗണ്ടേഷൻ മാത്രമായിരുന്നു, തറ മാത്രമായിരുന്നു കോൺക്രീറ്റ് ആയിരുന്നത്. ബാക്കിയെല്ലാം വുഡായിരുന്നു, മരമായിരുന്നു. എൻ്റെ ഭാര്യ പറയുമായിരുന്നു അവളൊരു വൈറ്റ് ഹൗസിൽ നിന്നും ഒരു ലോഗ് ക്യാബിനിലേക്ക് മാറി എന്ന്. ലോഗ് ക്യാബിൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഹട്ടിൻ്റെയൊക്കെ ഒരു ആകൃതി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈറ്റ് ഹൗസ് എന്നുള്ളത് ഒരു ഉന്നതമായിട്ടുള്ള സ്ഥലവും ലോഗ് ക്യാബിന് എന്നുള്ളതൊരു മോശമായിട്ടുള്ള സ്ഥലവും. അപ്പോൾ ഈ വൈഫ് ആ ഉന്നതമായ സ്ഥലത്ത് നിന്നും മോശമായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തി എന്ന് വൈഫ് ഇടയ്ക്കിടെ പറയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഷീ വാസ് ഫ്രം ആൻ അഫ്ലുവൻറ്റ് ഫാമിലി. അവളൊരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളതായിരുന്നു. അവൾ ബംഗ്ലാവിലായിരുന്നു വളർന്നത് വിത്ത് ആൻ എയർ കണ്ടീഷണർ AC ഒക്കെ ഉള്ള ഒരു ബംഗ്ലാവിൽ വളർന്നതായിരുന്നു അവൾ. അവളിവിടെ ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ അവളെപ്പോഴും പോകാൻ ആഗ്രഹിച്ചു. ഞാൻ ഒരുപാട് തവണ അപ്ലൈ ചെയ്തു, പക്ഷേ ട്രാൻസ്ഫർ ഒരിക്കലും വന്നില്ല. പിന്നെ അദ്ദേഹം നിർത്തിയിട്ട് ഒന്ന് തിങ്ക് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ സൗണ്ട് മൂർച്ചയേറിയതും എന്നാൽ ദിശാബോധമില്ലാത്തതുമായ അലോസരപ്പെടുത്തുന്ന ഒരു കുറിപ്പായിരുന്നു. നൗ ഇറ്റ് സോഫ്റ്റൻഡ്. ഇപ്പോൾ അത് മയത്തിലാണ്. അവൾക്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാടുണ്ട്, എന്നാൽ ഞാൻ അവൾക്ക് അതിനെല്ലാമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയില്ല. ഐ റീച്ച്ഡ് ഔട്ട് ടു ടച്ച് ഹിസ് ആം, but he shook my hand brusquely away. He was not the kind of man who takes kindly to expressions of sympathy. I could tell from his demeanor that he was accustomed to adversity and had invented many roles for dealing with it. The emotion he felt for his family he had rarely expressed. He had hoarded it inside himself. He had never dreamed, and who could, that one bright December day, soon after dawn, it would be stolen, unsevered by the sea. ഞാൻ അവൻ്റെ കൈ സ്പർശിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ അവൻ എൻ്റെ കൈ തട്ടിമാറ്റി. സഹതാപം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം. അവൻ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കും. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബ്രിസ്ക്ലി വേർഡ് മീനിങ് ക്രൂരമായി, ഡിമെനോർ പെരുമാറ്റം, അക്കസ്റ്റംഡ് ശീലിച്ചു, അഡ്വേഴ്സിറ്റി പ്രതികൂലാവസ്ഥ, ഇൻവെൻറ്റഡ് കണ്ടുപിടിച്ചു. അയാളുടെ കുടുംബത്തോട് തോന്നുന്ന ഒരു വികാരം അയാൾ കുറച്ചു മാത്രമേ പ്രകടിപ്പിച്ചിരുന്നുള്ളൂ. അവനത് ഉള്ളിൽ പൂഴ്ത്തി വെച്ചിരുന്നു. ഹോർഡഡ് പൂഴ്ത്തി വെച്ചു. അവനൊരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. ആർക്കാണ് കഴിയുക ആ ഒരു ബ്രൈറ്റായിട്ടുള്ള ഡിസംബറിൽ ആ ദിവസം നേരം പുലർന്നതിന് ശേഷം കടൽ അത് മോഷ്ടിക്കപ്പെടുമെന്ന്. അപ്പോൾ ഹി ഹാഡ് നെവർ ഡ്രീംഡ് എന്നുള്ളതിൻ്റെ അവനൊരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല എന്നുള്ളതിന് നമ്മൾ പറയുമല്ലോ, അയാൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല, അങ്ങനെ പറയില്ല. ആ ഒരു മീനിങ് ആണ് അവിടെ. അൺസേവേർഡ് വേർഡ് മീനിങ് രുചിയില്ലാത്ത. ഹി സ്റ്റോപ്പഡ് ടു പോയിന്റ് ടു എ യെല്ലോ പെയിൻറ്റ് ബോക്സ് peeping out of the rubble. That belonged to Vinita, my daughter, he said, and the flatness of his voice was harder to listen to than an outburst would have been. She loved to paint. She was very good at it. She was even given a prize from Hyderabad. അവനൊരു മഞ്ഞ പെയിൻറ്റ് ബോക്സിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിർത്തി. പീപ്പിംഗ് ഔട്ട് ഓഫ് ദ റബ്ബിൾ, അത് അവശിഷ്ടങ്ങൾക്കിടയിലായിരുന്നു. അത് പീപ്പിംഗ് ഔട്ട്,
പീപ്പിംഗ് മീൻസ് തുറച്ചു നോക്കുക. അത് വിനീതയുടേതാണ് എൻ്റെ മകൾ. ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിനേക്കാൾ അവൻ്റെ ശബ്ദത്തിൻ്റെ ഫ്ലാറ്റ്നെസ്, ആ ഒരു പരന്നിട്ടുള്ള ആ ഒരു സംസാരം, അത് കേൾക്കാൻ പ്രയാസമായിരുന്നു. അവൾക്ക് പെയിൻറ് ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു. അവളതിൽ വളരെ മിടുക്കിയായിരുന്നു. അവൾക്ക് ഹൈദരാബാദിൽ നിന്ന് ഒരു പ്രൈസ് പോലും കിട്ടിയിട്ടുണ്ട്. I had expected he would stoop to pick up the box, but instead he turned away and walked on, gripping his bag of slide. "Wait," I cried. "Don't you want to take the box?" അദ്ദേഹം ആ ബോക്സ് എടുക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു, ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതിന് പകരം അയാൾ തിരിഞ്ഞു നടന്നു, അവൻ്റെ സ്ലൈഡുകളുള്ള ആ ഒരു ബാഗ് ഗ്രിപ്പ് ചെയ്തുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട്. വെയിറ്റ് എന്ന് ഞാൻ പറഞ്ഞ് കരഞ്ഞു. ആ ബോക്സ് എടുക്കുന്നില്ലേ? "No," he said vehemently, shaking his head. "What good will it do? What will it give back?" He stopped to look at me over the rim of his glasses. "ഇല്ല, എടുക്കുന്നില്ല," he said vehemently meaning തീവ്രമായി. shaking his head, തല കുലുക്കിക്കൊണ്ട്. അത് എന്ത് ഗുണം ചെയ്യും? അത് എന്ത് തിരിച്ചു തരും? അവൻ കണ്ണടയുടെ അരികിലൂടെ എന്നെ നോക്കി നിന്നു. As a husband, a father, a human being, it was impossible not to wonder. What would I have done? What would I have felt? What would I have chosen to keep of the past? The truth is, nobody can know, except in the extremity of that moment. And then, the choice is not a choice at all, but an expression of the innermost sovereignty of the self, which decides because nothing now remains to cloud its vision. In the manner of his choosing, there was not a particle of hesitation, not the faintest glimmer of a doubt. Was it, perhaps, that in this moment of utter desolation there was some comfort in the knowledge of an impersonal effort? അപ്പോൾ ആസ് എ ഹസ്ബൻഡ്, ഒരു ഭർത്താവായിക്കൊണ്ട്, ഒരു അച്ഛനായിക്കൊണ്ട്, ഒരു മനുഷ്യനായിക്കൊണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ നോട്ട് ടു വണ്ടർ. അത്ഭുതപ്പെടാതെ വയ്യ. ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എന്ത് ചിന്തിക്കുമായിരുന്നു? പാസ്റ്റിനെ സൂക്ഷിക്കാൻ ഞാൻ എന്ത് തിരഞ്ഞെടുക്കും? സത്യം എന്താണെന്ന് വെച്ചാൽ, നോബഡി ക്യാൻ നോ. അതാർക്കും അറിയാൻ കഴിയില്ല. അത് ആ നിമിഷത്തിൻ്റെ തീവ്രതയിലല്ലാതെ, അതായത് ആ നിമിഷത്തിൽ മാത്രമേ ആർക്കായാലും അത് അറിയാൻ കഴിയുള്ളൂ. പിന്നെ തിരഞ്ഞെടുപ്പ് അതൊരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അത് സ്വന്തം പരമാധികാരത്തിൻ്റെ ഒരു പ്രകടനമാണ്. കാരണം അതിൻ്റെ കാഴ്ചയെ മറയ്ക്കാൻ ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. സോവറൈനിറ്റി മീൻസ് പരമാധികാരം. അവൻ തിരഞ്ഞെടുത്ത രീതിയിൽ മടിയുടെ ഒരു കണി, അതുപോലെ സംശയത്തിൻ്റെ നേരിയ തിളക്കം, ഇതൊന്നുമില്ലായിരുന്നു. ഹെസിറ്റേഷൻ മീനിങ് മടി, ഫെയിൻറ്റസ്റ്റ് നേരിയ, ഗ്ലിമ്മർ തിളക്കം. പക്ഷെ തീർത്തും വിജനമായ ഈ ഒരു നിമിഷത്തിൽ ഒരു വ്യക്തിത്വമില്ലാത്ത പ്രയത്നം, അതിനെക്കുറിച്ചുള്ള ഒരു അറിവിൽ എന്തെങ്കിലും ആശ്വാസമുണ്ടായിരുന്നോ? There are times when words seem futile, and to no one more so than a writer. At these moments, it seems that nothing is of value other than to act and to intervene in the course of events. To think, to reflect, to write seem trivial and wasteful. But the life of the mind takes many forms, and some time after the day had passed, I understood that in the manner of his choosing, the director had mounted the most singular, the most powerful defense of it that I would ever witness. ഒരു എഴുത്തുകാരനല്ലാതെ മറ്റാർക്കുമില്ല. അതായത് വാക്കുകൾ വ്യർത്ഥമായി തോന്നുന്ന സമയങ്ങൾ അതുണ്ടാവുന്നത് ഒരു എഴുത്തുകാരനായിരിക്കും. ഈ നിമിഷങ്ങളിൽ പ്രവർത്തിക്കുന്നതും സംഭവങ്ങളുടെ ഗതിയിൽ ഇടപെടുന്നതുമല്ലാതെ മറ്റൊന്നിനും മൂല്യമില്ലെന്ന് തോന്നുന്നു. ടു തിങ്ക്, ചിന്തിക്കുക, പ്രതിഫലിപ്പിക്കുക, എഴുതുക എന്നത് നിസ്സാരവും വേസ്റ്റ്ഫുൾ, പാഴായതും ആണ് എന്ന് തോന്നുന്നു. ട്രിവിയൽ മീൻസ് നിസ്സാരം, ഇൻ്റർവീൻ ഇടപെടുക. എന്നാൽ മനസ്സിൻ്റെ ജീവിതം പല രൂപങ്ങളെടുക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം തിരഞ്ഞെടുത്ത രീതിയിൽ
ഞാൻ കണ്ടേക്കാവുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് സംവിധായകൻ ഒരുക്കിയിട്ടുള്ളത്, ആ ഒരു ഡയറക്ടർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ടൗൺ ബൈ ദ സീ എന്നുള്ള അമിതാവ് ഘോഷിൻ്റെ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പാർട്ട് 1 ആയിട്ട് ഇടുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു.